വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ KPCC നോക്കുകുത്തിയാക്കിയിരിക്കുകയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. തിരഞ്ഞെടുപ്പിൽ KPCCക്ക് യാതൊരു പ്രാധാന്യവുമില്ല എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള നടപടിയാണ് ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ സജീവമാക്കാൻ കോൺഗ്രസ് മുന്നൊരുക്കങ്ങളൊക്കെ നടത്തിയിരുന്നു. എന്നാൽ ആ മുന്നൊരുക്കങ്ങളെ എല്ലാം തന്നെ തള്ളിപ്പറയുന്ന തരത്തിലായിരിക്കുകയാണ് ഹൈക്കമാൻഡിന്റെ ഇപ്പോഴത്തെ നടപടി. ഇതിൽ സംസ്ഥാനത്തെ കോൺഗ്രസിൽ കടുത്ത അതൃപ്തിയുമുണ്ട്. റായ്ബറേലിയിൽ വിജയിച്ചതിനെ തുടർന്ന് രാഹുൽ ഗാന്ധി രാജിവെച്ച സാഹചര്യത്തിലാണ് വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപനമുണ്ടായിരുന്നു. ഉത്തർപ്രദേശിലെ റായ്ബറേലി ലോക്സഭാ സീറ്റ് രാഹുൽ ഗാന്ധി നിലനിർത്തുമെന്നും ആ സ്ഥാനത്തേക്ക് പ്രിയങ്ക ഗാന്ധി വയനാട് സീറ്റിലേക്ക് മത്സരിക്കുമെന്നും കോൺഗ്രസ് അധ്യക്ഷനായ മല്ലികാർജുൻ ഖാർഗെ ജൂണിൽ പ്രഖ്യാപിച്ചിരുന്നു. നിയമപ്രകാരം 6 മാസത്തിനകം ഉപതെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ്. ആ കാലാവധി ഈ നവംബറിലാണ് അവസാനിക്കുന്നത്. ഇതോടെ മഹാരാഷ്ട്ര, ജാർഖണ്ഡ് നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ പ്രഖ്യാപിക്കുന്നതിനൊപ്പം ഒക്ടോബറിൽ വയനാട് മണ്ഡലത്തിലും ഉപതെരഞ്ഞെടുപ്പും ഉണ്ടാകുമെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. AICC ജനറൽ സെക്രട്ടറിയായ പ്രിയങ്കയുടെ കന്നി മത്സരം കൂടിയാണ് വയനാട്ടിലേത്. പ്രിയങ്ക ഗാന്ധിയുടെ കന്നി അംഗമായതുകൊണ്ട് തന്നെ വയനാട്ടിലെ മത്സരം ഏറെ ജനശ്രദ്ധ ആകർഷിക്കുന്നുമുണ്ട്. റായ്ബറേലിയിൽ വിജയിച്ചതിനെ തുടർന്ന് രാഹുൽ ഗാന്ധി രാജിവെച്ച ആ ഒഴിവിലേക്ക് വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ രാഹുലിനുള്ള ജനപിന്തുണ തന്നിലേക്ക് കൊണ്ടുവരാൻ പ്രിയങ്ക ഗാന്ധിക്ക് ആകുമോ എന്ന ചോദ്യം ബാക്കിയാണ്. വയനാട്ടിൽ മത്സരിക്കാൻ തുടങ്ങിയ കാലം മുതൽക്കേ വയനാട്ടിലെ ജനങ്ങൾ രാഹുൽ ഗാന്ധിയെ കൈവിട്ടിട്ടില്ല. ആ സ്നേഹവും കരുതലും വയനാട്ടിലെ ജനങ്ങൾ പ്രിയങ്ക ഗാന്ധിക്ക് നൽകുമോ എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അതേസമയം വയനാട് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചുമതലകൾ വീതിച്ചു നൽകുന്നതിലാണ് ഹൈക്കമാൻഡ് KPCCയെ തള്ളിപ്പറയുന്നത്. നിയോജക മണ്ഡലം അടിസ്ഥാനപ്പെടുത്തി പാർട്ടിയുടെ 5 MP-മാർക്കും 2 MLA-മാർക്കുമാണ് ചുമതലകൾ ഹൈക്കമാൻഡ് വീതിച്ചു നൽകിയിരിക്കുന്നത്. പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് ചിട്ടയായി ഉപതെരഞ്ഞെടുപ്പ് നേരിടുന്നതിന് വേണ്ടിയാണ് MLA-മാർക്കും MP-മാർക്കും വിവിധ മേഖലകളുടെ ചുമതല ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്നത്. MK രാഘവൻ തിരുവമ്പാടി, രാജ്മോഹൻ ഉണ്ണിത്താൻ കൽപ്പറ്റ, ആന്റോ ആന്റണി നിലമ്പൂർ, ഡീൻ കുര്യാക്കോസ് സുൽത്താൻ ബത്തേരി, ഹൈബി ഈഡൻ വണ്ടൂർ എന്നിവർക്കാണ് ചുമതല വീതിച്ചു നൽകിയിരിക്കുന്നത്. സണ്ണി ജോസഫ് മാനന്തവാടി, CR മഹേഷ് ഏറനാട് എന്നിവരാണ് ചുമതല ലഭിച്ച MLA-മാർ. തിരഞ്ഞെടുപ്പിൽ പാർട്ടി ചുമതലക്കാരെ നേരിട്ട് നിശ്ചയിച്ച് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇവിടെ വലിയ അസംതൃപ്തിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പ്രിയങ്ക ഗാന്ധി മത്സരിക്കാനൊരുങ്ങുന്നതിനിടെയാണ് ഹൈക്കമാൻഡിന്റെ ഈ നടപടി. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP അറിയിച്ചപ്പോഴാണ് തങ്ങളെ മറികടന്നുള്ള ഹൈക്കമാൻഡിന്റെ ഏകപക്ഷീയമായ നടപടി KPCC നേതൃത്വം അറിയുന്നത്. അതും വയനാട്ടിലെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതടക്കമുള്ള ഇടപെടലുകളിലേക്ക് കടക്കാൻ ഡൽഹിയിൽ നിന്ന് നേരിട്ട് നിർദ്ദേശം നൽകിയതിന് ശേഷവും. 2 വട്ടം രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചപ്പോഴും പ്രവർത്തനങ്ങളുടെ ചുക്കാൻ പിടിച്ച സംസ്ഥാന KPCC നേതൃത്വത്തെ ഇടിച്ചു താഴ്ത്തുന്നതാണ് ഹൈക്കമാൻഡ് നടപടിയെന്ന പ്രതിഷേധം നേതാക്കൾ പങ്കുവച്ചു. പ്രിയങ്ക ഗാന്ധി മത്സരിക്കാനിടയുള്ള തിരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം ഉൾക്കൊള്ളാൻ കേരള നേതൃത്വം പ്രാപ്തമായിട്ടില്ല എന്ന തരത്തിലുള്ള വിലയിരുത്തൽ പരിഹസിക്കലാണെന്ന വിമർശനം ഉയരുന്നുണ്ട്. വയനാട്ടിൽ KPCC പ്രത്യേകമായി ചുമതലപ്പെടുത്തി ആരെയും നിയോഗിക്കേണ്ടതായിട്ടില്ല. അങ്ങനെ ചെയ്താൽ കെട്ടിയിറക്കപ്പെട്ടവരുടെ കീഴിൽ 2ാം സ്ഥാനക്കാരായി നിൽക്കാൻ സംസ്ഥാന നേതൃത്വത്തിലുള്ളവരിൽ ആരും ഇഷ്ടപ്പെട്ടെന്നും വരില്ല. അതേസമയം നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കുന്ന ചേലക്കര, പാലക്കാട് മണ്ഡലങ്ങളിൽ KPCC ചില നേതാക്കൾക്ക് ചുമതല നൽകിയിട്ടുണ്ട്.